നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കമ്പോണൻസ് ഓഫ് സാലറി. അതായത് സാലറിയുടെ വിവിധ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് പേ, അഡ്വാൻസ് പേ, അരിയേഴ്സ് ഓഫ് സാലറി, ബോണസ്, ആനുറ്റി, പെൻഷൻ. ഇത്രയാണ് കമ്പോണൻസ് ഓഫ് സാലറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബേസിക് സാലറി. എന്താണ് ബേസിക് സാലറി എന്ന് പറയുന്നത്? ഗെറ്റ്സ് എനി കോമ്പൻസേഷൻ ഓർ സർവീസ് റെൻഡേഡ് ഫോർ ദി വർക്ക്. ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ അല്ലെങ്കിൽ കിട്ടുന്ന കോമ്പൻസേഷനെയാണ് നമ്മൾ സാലറി അല്ലെങ്കിൽ ബേസിക് പേ എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനി പേയ്മെൻറ്റ് ഓർ കോമ്പൻസേഷൻ ടു എംപ്ലോയി ഫ്രം എംപ്ലോയർ ഫോർ വർക്ക് ഡൺ ഓർ സർവീസ് റെൻഡേഡ്. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനോ വേണ്ടി എംപ്ലോയറിൽ നിന്ന് എംപ്ലോയിക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് സാലറി അല്ലെങ്കിൽ ബേസിക് പേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡിയർനെസ് അലവൻസ്. It is a cost of living adjustment allowances paid to employees for meeting compensate to impact of inflation. അതായത് ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അലവൻസ് ആണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലേഷനൊക്കെ വരികയാണെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാലറിക്ക് പുറമെ എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു അലവൻസാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് ഇൻഫ്ലേഷൻ വരാം അല്ലേ? അപ്പോൾ സാലറി എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആയിരിക്കാം. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അലവൻസാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. ഈ ഡിയർനെസ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ഉണ്ട്, അതുപോലെ പാർട്ട്ലി ടാക്സബിൾ അലവൻസസ്, അതുപോലെ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്സ് വരുന്നുണ്ട്. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പഠിക്കാനുണ്ട്, അതിൻ്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ഫുള്ളി ടാക്സബിൾ അലവൻസ്. ദി ഹോൾ എമൗണ്ട് ഈസ് ടാക്സബിൾ, ഹെൻസ് ആഡഡ് ടു ഇൻകം ഫ്രം സാലറി. ഇതിൻ്റെ മൊത്തം ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് പറയുമ്പോൾ ഫുള്ള് എന്താണ് ടാക്സബിൾ ആയിരിക്കും. അത് ഫുള്ള് ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിലാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് പാർട്ട്ലി ടാക്സബിൾ അലവൻസസ്. അതിൽ ഓൺലി എ പാർട്ട് ഓഫ് ദി എമൗണ്ട് ഈസ് ടാക്സബിൾ. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ടാക്സബിൾ ആവുന്നുള്ളൂ. ഹെൻസ് ദാറ്റ് ടാക്സബിൾ പോർഷൻ വിൽ ബി ആഡഡ് ടു ഇൻകം ഫ്രം സാലറി. അപ്പോൾ ടാക്സബിൾ പോർഷൻ മാത്രമാണ് ഇൻകം ഫ്രം സാലറിയിൽ ആഡ് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ്. ദി ഹോൾ എമൗണ്ട് ഈസ് എക്സംപ്റ്റഡ്, ഹെൻസ് നോ എമൗണ്ട് ഈസ് ആഡഡ് ടു ഇൻകം ഫ്രം സാലറി. ഇത്തരം അലവൻസുകൾ എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു എമൗണ്ട് നമ്മൾ ഇൻകം ഫ്രം സാലറിയിൽ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഡിയർനെസ് പേ. ഇറ്റ് ഈസ് ആൻ അലവൻസ് ഗിവൺ ടു എംപ്ലോയീസ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വൈൽ കാൽക്കുലേറ്റിംഗ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ഡിയർനെസ് പേ എന്ന് പറയുന്നതും ഒരു അലവൻസാണ്, എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു അലവൻസാണ്. പക്ഷെ അത് കിട്ടുന്നത് എപ്പോഴാണ്? റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിട്ടാണ് ഈ ഡിയർനെസ് പേ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻസ് പേ. അഡ്വാൻസ് പേയ്മെൻറ്റ്, അഡ്വാൻസ് സാലറി ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദി സാലറി പെയ്ഡ് ഓർ അലൗഡ് ടു ആൻ എംപ്ലോയി ഇൻ ദി പ്രീവിയസ് ഇയർ ബൈ ആൻ എംപ്ലോയർ ബിഫോർ ഇറ്റ് ബിക്കംസ് ഡ്യൂ ഈസ് കോൾഡ് അഡ്വാൻസ് സാലറി അല്ലേ? അതായത് സാലറി ഡ്യൂ ആവുന്നതിന് മുമ്പേ അയാൾക്ക് എംപ്ലോയിക്ക് സാലറി കൊടുക്കുകയാണെങ്കിൽ അല്ലേ, ഡ്യൂ ആവാൻ ഇനിയും ടൈമുണ്ട്, പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ സാലറി വാങ്ങിക്കുകയാണെങ്കിൽ അതിനെയാണ് അഡ്വാൻസ് സാലറി എന്ന് പറയുന്നത്. സാലറി പെയ്ഡ് ബിഫോർ ഇറ്റ് ബിക്കം ഡ്യൂ. സാലറി ഡ്യൂ ആവുന്നതിന് മുമ്പ് തന്നെ സാലറി കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് അഡ്വാൻസ് പേ അല്ലെങ്കിൽ അഡ്വാൻസ് സാലറി എന്ന് പറയുന്നത്. ദിസ് ഈസ് നെക്സ്റ്റ് ഇയേഴ്സ് സാലറി. കണ്ടോ, നെക്സ്റ്റ് ഇയർത്തെ സാലറി ഇപ്പം തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് അഡ്വാൻസ് പേ എന്ന് പറയും. നെക്സ്റ്റ്
അരിയേഴ്സ് ഓഫ് സാലറി ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ്. ഇനി പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം പ്രസൻറ്റ് ഓർ പാസ്റ്റ് എംപ്ലോയർ ഡ്യൂറിങ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇപ്പോഴത്തെ പ്രസൻറ്റ് എംപ്ലോയീസിൽ നിന്നോ അല്ലെങ്കിൽ പാസ്റ്റ് എംപ്ലോയീസിൽ നിന്നോ ഒരു പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, ഈ പ്രീവിയസ് ഇയറിൽ ഒരു പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് അരിയേഴ്സ് ഓഫ് സാലറി എന്ന് പറയുന്നത്. അതായത് മുന്നേ കിട്ടാനുള്ള സാലറി ഇനിയും കിട്ടാനുള്ള എമൗണ്ട് ഇപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ തരികയാണെങ്കിൽ അതിനെ നമുക്ക് അരിയേഴ്സ് ഓഫ് സാലറി എന്ന് പറയാം. നോക്കിക്കോ, പാസ്റ്റ് സാലറീസ് ദാറ്റ് ആർ പെയ്ഡ് ടു ദി എംപ്ലോയീസ്. പാസ്റ്റ് സാലറി ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ that is past salary, it is taxable in the year in which it is received. എപ്പോഴാണോ അത് റിസീവ് ചെയ്യുന്നത്, പാസ്റ്റ് സാലറി എപ്പോഴാണോ റിസീവ് ചെയ്യുന്നത് അത് ആ വർഷം ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ പാസ്റ്റ് സാലറി കിട്ടുകയാണെങ്കിൽ അതിനെയാണ് അരിയേഴ്സ് ഓഫ് സാലറി എന്ന് പറയുന്നത്, അത് ടാക്സബിൾ ആണ്. നെക്സ്റ്റ് ബോണസ്. എന്താണ് ബോണസ് എന്ന് പറഞ്ഞാൽ? ഇനി ബോണസ് റിസീവ്ഡ് ഫ്രം എംപ്ലോയർ ഇൻ ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ എംപ്ലോയർക്ക് കിട്ടുന്ന എമൗണ്ട് തന്നെയാണ് ബോണസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി കൊടുക്കുന്ന, അവരുടെ ഗുഡ് പെർഫോമൻസിനൊക്കെ കൊടുക്കുന്ന റിവാർഡാണ് ഈ ബോണസ് എന്ന് പറയുന്നത്. നോക്കിക്കോ, പേയ്മെൻറ്റ് മെയ്ഡ് ടു എംപ്ലോയി ഇൻ അഡീഷൻ ടു ദെയർ ബേസ് സാലറി ആസ് എ റിവാർഡ് ഫോർ ഗുഡ് പെർഫോമൻസ്. ഗുഡ് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള റിവാർഡായിട്ട് സാലറിക്ക് പുറമെ, ബേസിക് സാലറിക്ക് പുറമെ എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് ബോണസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആനുറ്റി. ഇറ്റ് ഈസ് ആൻ അഗ്രീമെൻറ്റ് അണ്ടർ വിച്ച് ഫോർ എ പീരിയഡ് contribution is made by an employee. He is paid after the expiry of a fixed period of time. അതായത് ഇപ്പോൾ മാസം മാസം സാലറി വാങ്ങുന്നതിന് പകരം അത് വാങ്ങാതെ ഈ വർഷം ലാസ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്, അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആനുറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പീരിയോഡിക് കോൺട്രിബ്യൂഷൻ, ഓരോ പീരീഡ് വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത് ഒരു ഫിക്സഡ് ടൈം പീരീഡ് ആയാൽ ആ എൻഡ് ഓഫ് ദി ഫിക്സഡ് പീരീഡിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ആനുറ്റി എന്ന് പറയുന്നത്. അത് ടാക്സബിളാണ്, സാലറി എന്ന ഹെഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് പെൻഷൻ. ഇറ്റ് ഈസ് എ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദി എംപ്ലോയർ ആഫ്റ്റർ ദി റിട്ടയർമെൻറ്റ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയി റിട്ടയർ ചെയ്തതിന് ശേഷം എംപ്ലോയർ ഒരു പീരിയോഡിക്കലായിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദി എംപ്ലോയർ പീരിയോഡിക്കലി ആഫ്റ്റർ ദി റിട്ടയർമെൻറ്റ് ഓഫ് എംപ്ലോയി. എംപ്ലോയി റിട്ടയർ ചെയ്തതിന് ശേഷം പീരിയോഡിക്കലി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് പെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.